അങ്ങനെ വാദിക്കാം എന്നുള്ളത് കൊണ്ട് നമുക്കത് ശരിവയ്ക്കാൻ മാർഗമുള്ളൂ. ഞാൻ ഈ മോഡിയുടെ അന്ധനായ ഒരു വിമർശകനോ അന്ധമായ ആരാധന ഉള്ള ആളുമല്ല. മോഡിയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ചെയ്തു എന്ന് പറയണം, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നും പറയണം. ഇത് രണ്ടും ആരാധകർക്ക് മനസ്സിലാവില്ല. എന്തുവാട്ടെ, ഇപ്പോൾ മോഡിയെപ്പോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഏതാണ്ട് ഇതിൽ കൂടുതൽ ദിവസങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. അവർ 1966 തൊട്ട് 77 വരെ, പിന്നീട് 80 തൊട്ട് വെടിയേറ്റ് മരിക്കുന്ന 84 ഒക്ടോബർ 31 വരെയുമാണ് ആ സ്ഥാനത്തിരുന്നത്. നെഹ്റുവിനേക്കാളും അതുപോലെ മോഡിയേക്കാളും കൂടുതൽ സമയം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത് മോഡിയാണോ കേമൻ അതോ നെഹ്റു ആണോ കേമൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു താരതമ്യത്തിന് യാതൊരു അർത്ഥവുമില്ല, യാതൊരു ന്യായവുമില്ല. കാരണം നെഹ്റുവിൻ്റെ പശ്ചാത്തലം വേറെയാണ്. നെഹ്റു അലഹബാദിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചത്. അന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ കുടുംബം എന്ന് പറയാം. ഒരു പ്രസിദ്ധനായ അഭിഭാഷകൻ്റെ മകനായിട്ട് ജനിക്കും. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ സമ്പന്നനായതുകൊണ്ട് വീട്ടിലൊരു ട്യൂട്ടറെ വെച്ച്, ഒരു സായിപ്പിനെ ട്യൂട്ടറായിട്ടും സഹോദരിമാരെ പഠിപ്പിക്കാനായിട്ട് ഒരു മദാമയെ ഗവേണസായിട്ടും വെച്ചാണ് പഠിപ്പിച്ചത്. അദ്ദേഹം നമ്മളെപ്പോലെ LP സ്കൂളിൽ UP സ്കൂളിലൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഹാരോ പബ്ലിക് സ്കൂളിലാണ്. കോളേജ് വിദ്യാഭ്യാസം കേംബ്രിഡ്ജിലെ പ്രസിദ്ധമായ ട്രിനിറ്റി കോളേജിലാണ്. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം പിന്നീട് നിയമബിരുദം നേടിയത്. പിന്നീട് അദ്ദേഹം രാജ്യത്ത് തിരിച്ചു വന്നു. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ വലിയ ഗ്ലാമറിലാണ് വരുന്നത്.